പഹൽഗാമിൽ ഭീകരർക്കെതിരെ ശക്തമായ പ്രതിഷേധം. ടാക്സി തൊഴിലാളികളും കുതിരക്കാരുമാണ് പ്രതിഷേധിക്കുന്നത്. ഭീകരവാദം അവസാനിപ്പിക്കുക, വിനോദസഞ്ചാരികൾ തങ്ങളുടെ ജീവൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ബൽറാം, 2019 ശേഷം ഈ കശ്മീരിൽ വിനോദസഞ്ചാരം ഏറെക്കുറെ സ്വതന്ത്രമായി നിർഭയമായി ആളുകൾക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിനോദസഞ്ചാര മേഖല ആ അർത്ഥത്തിൽ പുഷ്ടിപ്പെടുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ഒരു തിരിച്ചടിയാണല്ലോ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഭീകരാക്രമണം. അതിലുള്ള പ്രതിഷേധമായിരിക്കുമല്ലോ സ്വാഭാവികമായും ടാക്സിക്കാരും കുതിരക്കാരും ഒക്കെ നടത്തുന്നുണ്ടാവുക. എന്താണ് വിവരങ്ങൾ? GK, പെഹൽഗാമിലെ കഴിഞ്ഞ 26 വർഷങ്ങൾക്കിടെ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതാകട്ടെ പെഹൽഗാമിനെ എന്നല്ല, ലോകത്തിന് തന്നെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമാണ്. ഈ ഒരു ഭീകരാക്രമണം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ പാടെ തകർത്തിരിക്കുന്നു, വലിയൊരു ചോദ്യചിഹ്നമാക്കി മാറ്റിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സാധാരണക്കാരായ തൊഴിലാളികളാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. അവരുടെ കൈവശമുള്ള ബോർഡുകളിൽ, പ്ലക്കാർഡുകളിൽ ചെറിയ മുദ്രാവാക്യങ്ങൾ മാത്രമാണ്. അത് കശ്മീരിയിലും ഇംഗ്ലീഷിലും ആയി എഴുതിയ ഈ മുദ്രാവാക്യങ്ങൾ എന്നുള്ളത് ഭീകരവാദം അവസാനിപ്പിക്കുക, ഞങ്ങൾ ഈ തൊഴിലാളികൾ ഈ ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, ടൂറിസ്റ്റുകളാണ് ഞങ്ങളുടെ ജീവനും ജീവിതവും എന്നെഴുതിയ പ്ലക്കാർഡുകളാണ്. ഒപ്പം തന്നെ ഈ ഭീകരവാദം തുടച്ചു നീക്കണം എന്ന ആവശ്യവുമായാണ് ഇവർ ഈ താഴ്വരയിൽ പ്രതിഷേധവുമായി ഒത്തുകൂടിയിരിക്കുന്നത്. ഇവരിൽ കുതിരക്കാരുണ്ട്, ടാക്സിക്കാരുണ്ട്, മറ്റ് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഈ പെഹൽഗാം മേഖലയെ സംബന്ധിച്ചിടത്തോളം 5-6 മാസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സീസൺ എന്നുള്ളത്. ആ ഒരു സമയത്തെത്തുന്ന ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനമാണ് ഈ വർഷത്തിൽ മറ്റ് മുഴുവൻ സമയവും ഇവരുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ ഇവർക്ക് ആശ്രയമാകുന്നത്. ഇത്തവണ വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടും മുമ്പാണ് ഇത്തരത്തിലൊരു ആക്രമണം നാടിനെ തന്നെ നടുക്കിയ ഈ പെഹൽഗാമിനെ, ബൈസരൻ വാലിയെ കുരുതിക്കളമാക്കിയ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഇതിനെതിരെ ഈ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. ആ പ്രതിഷേധം ഭീകരവാദത്തോട് എതിരെ രാജ്യവ്യാപകമായി, ലോകവ്യാപകമായി ഉയർന്ന പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് ഇവിടെയുള്ള ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായ സ്ഥലത്ത് ഇനി എപ്പോൾ ടൂറിസ്റ്റുകൾ മടങ്ങിയെത്തും, അവർക്ക് എപ്പോൾ മടങ്ങിയെത്താൻ ധൈര്യം ലഭിക്കും, ജനങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കും എന്ന ഉറപ്പില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധക്കാർ പ്രധാനമായും ഉയർത്തുന്ന മുദ്രാവാക്യം ഭീകരവാദം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പെഹൽഗാമിൽ പോലീസ് സ്റ്റേഷന് മുന്നിലേക്കാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി ഇവർ എത്തിയിരിക്കുന്നത്. हिंदुस्तान जिंदाबाद, मासूमों का कत्लेआम बंद करो, ये हमारा परिवार का कत्ल है, ये हमारे परिवार का कत्ल है, कत्लेआम बंद करो, बंद करो. ഇവരുടെ ജീവിതത്തിന്റെ ആവശ്യമാണ്, ജനങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യമാണ് ഇത്തരത്തിൽ ഇവിടെ വിനോദസഞ്ചാരം തുടരുക എന്നുള്ളത്. അതാണ് ഇല്ലാതായിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലൂടെ. ദേശീയ പതാകകളും പ്ലക്കാർഡുകളുമായാണ് ഈ തൊഴിലാളികൾ, സാധാരണക്കാരായ തൊഴിലാളികൾ, വിനോദസഞ്ചാര മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഈ ഒരു ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധം കശ്മീർ താഴ്വരയുടെ പല മേഖലകളിൽ നിന്നും ഉണ്ടായിരുന്നു. അത് കശ്മീർ എന്നുള്ളത് പൂർണ്ണമായും കൃഷി അല്ലെങ്കിൽ ടൂറിസം, ഈ 2 മേഖലകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പലപ്പോഴും പ്രകൃതി ക്ഷോഭങ്ങളും മറ്റ് പ്രശ്നങ്ങളും എല്ലാം തന്നെ കർഷകരെ, കൃഷിയെ ബാധിക്കുന്നു എങ്കിൽ ടൂറിസം ആ കാലത്തെല്ലാം നിലനിന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വലിയ തോതിൽ ഒതുങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ലോകത്തെ തന്നെ ഞെട്ടിച്ച, വിദേശികൾക്ക് എതിരെ അടക്കമുണ്ടായ ഒരു ഭീകരാക്രമണം ഇവരുടെ ജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ആ ഒരു വിഷയം മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിൽ പെഹൽഗാം നഗരമധ്യത്തിൽ തൊഴിലാളികൾ, സാധാരണക്കാരായ തൊഴിലാളികൾ ഭീകരവാദം അവസാനിപ്പിക്കുക, ഒപ്പം തന്നെ ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ ഞങ്ങളുടെ ജീവനാണ്, ജീവിതമാണ് എന്നുള്ള മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത്. GK, ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ വരുന്നത് പഹൽഗാമിലാണ്. ടാക്സി തൊഴിലാളികൾ, കുതിരക്കാർ ഇവരൊക്കെ തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. തങ്ങളുടെ ജീവനോപാധിയും ഇല്ലാതാക്കുന്ന ഭീകരവാദം അവസാനിപ്പിക്കുക, വിനോദസഞ്ചാരികൾ തങ്ങളുടെ ജീവനാണ് എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് അവരുടെ പ്രതിഷേധം നടക്കുന്നത്. ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു.